നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞിന്റെ മരണം കഴിഞ്ഞ ദിവസം വൈകിയാണ് നമ്മളേവരും അറിഞ്ഞത്. അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹത്തിന് നല്ല ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പോസ്റ്റുകളുടെ ഒരു പ്രവാഹം തന്നെ വന്നിരിക്കുകയാണ്. ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെ ഏറ്റവും കൂടുതലും കുത്തിവേദനിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. മുൻ മന്ത്രിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞിന്റെ വിയോഗത്തിൽ അനുശോചിച്ചിരിക്കുന്നു. 4 തവണ MLA-യും അതിൽ 2 തവണ മന്ത്രിയുമായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് മധ്യ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ശബ്ദമായിരുന്നു. ട്രേഡ് യൂണിയൻ രംഗത്തും സജീവമായി പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ് മുഖ്യമന്ത്രി എഴുതിയിരുന്നത്. എന്നാൽ VK ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഓർമ്മ വരുന്നത് പാലാരിവട്ടം പാലം അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ്. എന്നാൽ അതൊക്കെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് ആയിരുന്നു എന്ന് ശക്തമായി എതിർക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. രാഹുൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരു ശരാശരി മലയാളിയുടെ മനസ്സിൽ ആദ്യം എത്തുക പാലാരിവട്ടം പാലത്തെ പറ്റിയുള്ള വാർത്ത തന്നെയായിരിക്കും. 227 പുതിയ പാലങ്ങൾ, അതും അതിൽ 400 ദിവസം കൊണ്ട് 100 വലിയ പാലങ്ങൾ നിർമ്മിക്കുവാൻ നേതൃത്വം നൽകിയ പൊതുമരാമത്ത് മന്ത്രിയുമായിരുന്നു. പാലാരിവട്ടം പാലം മാത്രം മനസ്സിലെത്തുന്നതിനെയാണ് വ്യാജ ഇടത് പ്രചാരണം സൃഷ്ടിച്ച പൊതുബോധം എന്ന് പറയുന്നത്. കള്ളം പ്രചരിപ്പിക്കുന്നതിൽ ഗീബൽസിനെ വെല്ലുന്നതാണ് ഇടത് വ്യാജ പ്രചരണ വിഭാഗം. ഇനി പാലാരിവട്ടം പാലത്തിലേക്ക് തന്നെ പോയാൽ അത് പഞ്ചവടിപ്പാലം പോലെ തകർന്നു പോയ ഒരു പാലം അല്ല. ഈ മന്ത്രിസഭയുടെ കാലത്തെ കൂളിമാട് പാലം പോലെയോ ദേശീയപാത ഇടിഞ്ഞു വീണത് പോലെയോ പാലാരിവട്ടം പാലത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇടത് കള്ള പ്രചരണത്തിന്റെ ഭാരതത്തിനെ അതിജീവിച്ച് ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്നത് ഇബ്രാഹിം കുഞ്ഞിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട അതേ പാലം തന്നെയാണ്. പലകുറി അദ്ദേഹം ആവശ്യപ്പെട്ട വെയിറ്റ് ടെസ്റ്റ് നടത്താതെ അഴിമതിയുടെ ഭാരം ഇടതുപക്ഷവും അതിന്റെ ഓരോ ചേരികളും ചേർന്ന് നിൽക്കുന്ന കുറച്ച് മാധ്യമ പ്രവർത്തകരും അദ്ദേഹത്തിന്റെ തോളിൽ വെച്ച് കൊടുത്തത് വലിയ അനീതിയാണ്. ഈ ഇബ്രാഹിം കുഞ്ഞ് ഇന്ന് മരണപ്പെടുമ്പോഴേക്കും അദ്ദേഹം ഓർത്തിരിക്കപ്പെടേണ്ടത് അദ്ദേഹത്തിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട പാലങ്ങളുടെ 4 പതിറ്റാണ്ട് പഴക്കമുള്ള PWD പരിഷ്കരിച്ചതിന്റെയും സുതാര്യതയുടെ ഭാഗമായി ഈ ടെൻഡർ നടപ്പിലാക്കിയതിന്റെയും മികവാർന്ന പുതിയ റോഡുകളുടെ നിർമ്മാണത്തിന്റെയും ഒക്കെ പേരിൽ കൂടി തന്നെയാണ്. അതാണ് അദ്ദേഹത്തോട് ചെയ്യേണ്ട കാവ്യനീതി. മുൻ പൊതുമരാമത്ത് മന്ത്രി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഇബ്രാഹിം കുഞ്ഞിന് ആദരാഞ്ജലികൾ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഇന്ന് കണ്ട പോസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സത്യസന്ധമായ പോസ്റ്റാണ്, അർത്ഥവത്തായ പോസ്റ്റായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. പറയേണ്ടതുപോലെ പറഞ്ഞതിന് അഭിനന്ദനങ്ങൾ. ഇബ്രാഹിം കുഞ്ഞ് ഓർക്കപ്പെടുക അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയ വികസനങ്ങളുടെ പേരിൽ തന്നെയായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നത് പൂർണ്ണമായും ശരി തന്നെയാണ്. ഇബ്രാഹിം സാറിനെ ചെറുപ്പകാലം മുതൽ തന്നെ ഞങ്ങൾ കണ്ടുവരുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ രാഷ്ട്രീയം നോക്കാതെ പാവപ്പെട്ടവന്റെ വേദന മനസ്സിലാക്കി ചേർത്ത് നിർത്തുന്ന ഒരു സാധു ആയ മനുഷ്യൻ. ഏത് നേരത്തും കടന്നു ചെന്ന് സംസാരിക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കി ഉടനടി തീരുമാനം നടപ്പിലാക്കും. രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയ ലാഭത്തിനായി നുണപ്രചാരണം നടത്തി കേസിൽപ്പെടുത്തി അദ്ദേഹത്തെ കളമശ്ശേരിയിൽ നിർത്തിയില്ല. എത്ര അസുഖം ആണെങ്കിലും നുണ പ്രചരണം തള്ളിക്കളഞ്ഞ് അദ്ദേഹം മത്സരിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഇബ്രാഹിം സാർ ജയിക്കുമായിരുന്നു. ദൈവം വിളിച്ചാൽ പോകണമെന്ന് നമ്മൾ ഇബ്രാഹിം കുഞ്ഞ് സാറിന്റെ ആത്മാവിന് നിത്യശാന്തിയും നേരുന്നു. അയാൾ മരിച്ചു കിടക്കുന്ന ഈ സമയത്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളിൽ ഇത്തിരി പക്വത കാണിക്കാമായിരുന്നു. നിങ്ങളുടെ ഈ വാക്കുകൾ വായിക്കുമ്പോൾ അദ്ദേഹത്തോട് എതിർപ്പുള്ളവർ ഈ സമയത്ത് പ്രതികരിക്കുന്നത് വളരെ മോശമായ രീതി ആയിരിക്കും. അത് നിങ്ങളുടെ വാക്കുകൾക്ക് എതിരെയുള്ള അഭിപ്രായങ്ങളായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ മയ്യത്ത് മറവ് ചെയ്യുന്നത് വരെയെങ്കിലും കാത്തിരിക്കാമായിരുന്നു. നിങ്ങൾ എഴുതിയ ഇതിനു താഴെ ഞാൻ കമന്റുകൾ നോക്കിയപ്പോൾ അദ്ദേഹത്തോട് വിയോജിപ്പുള്ള ആരും ഇതിന് മറുപടി തന്നതായി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല. അതിനർത്ഥം നിങ്ങളുടെ വാക്കുകൾ എല്ലാവരും അംഗീകരിച്ചു എന്നല്ല, മറിച്ച് നിങ്ങൾ
കാണിക്കാത്ത മര്യാദ അവർ ഈ സമയത്ത് കാണിക്കുന്നു എന്നാണ് പറയുന്നത്. പലരും എതിർത്തും അതുപോലെ തന്നെ എതിർക്കാതെയും ഒക്കെയുള്ള അഭിപ്രായമുണ്ട്. എടോ മാങ്കൂട്ടത്തെ ഒരാൾ മരിച്ചു കിടക്കുമ്പോഴെങ്കിലും നിന്റെ പുകില് നിർത്തി വെക്ക് എന്ന് പറയുന്നുണ്ട്. പാലാരിവട്ടത്തെക്കുറിച്ച് ഒന്നും ആരും ഓർത്തില്ല, അത് നീ ഓർമ്മിപ്പിച്ചത് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ആദരാഞ്ജലികൾ പറയുന്നു. രാഹുൽ, നിങ്ങളാണ് യഥാർത്ഥ പോരാളി. നിങ്ങൾ ഇന്നൊക്കെ പാർട്ടിക്ക് പുറത്ത് ആണെങ്കിലും നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കും. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ നിങ്ങൾ നൽകിയ ഊർജം എന്നും പ്രചോദനമായിരിക്കും. പാലാരിവട്ടം പാലം സഖാക്കൾ ഓർമ്മിപ്പിച്ചില്ലെങ്കിലും ഈ അവസരത്തിൽ താങ്കൾ ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഇബ്രാഹിം കുഞ്ഞിന്റെ മരണവാർത്തയിലും അനുശോചന പോസ്റ്റുകളിലും കമ്മ്യൂണിസ്റ്റ് സംസ്കാരം കമന്റിടുന്ന നീചന്മാർക്കുള്ള കൃത്യമായ മറുപടിയാണിതെന്ന് പറയുന്നുണ്ട്. സുഖമില്ലാതെ രോഗിയായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പിണറായി കാണിച്ച ആവേശം കാലം മറക്കുകയില്ല. പഴയ പാലാരിവട്ടം പാലം തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളതെന്ന് ഓർമ്മിപ്പിച്ചതിന് നന്നായി. ഒപ്പം ഇടത് ഭരണകാലത്ത് പണിത കുളിമാട് പാലം നിശേഷം തകർന്നു പോയതും ഓർമ്മകളിൽ ഉണ്ടായിരിക്കും. പാലാരിവട്ടം പാലം ഇപ്പോഴും സഞ്ചാരയോഗ്യം തന്നെയാണ്. അന്ന് സമരം ചെയ്തവരും കുടുംബത്തെ പോലും അവഹേളിച്ചവരും മന്ത്രിപദത്തിൽ എത്തിയപ്പോൾ ഈ നാട്ടിൽ പൊളിഞ്ഞു വീണ പാലത്തിന്റെ എണ്ണം കേരളത്തിലെ മന്ത്രിമാരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ്. ജീവനുള്ള കാലത്ത് ജനാധിപത്യ മര്യാദയില്ലാതെ അവഹേളിക്കുന്നതിന്റെ അങ്ങേയറ്റം അവഹേളിച്ചവർ മുതലക്കണ്ണീർ ഒഴുക്കരുത് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും മരിച്ചു കഴിയുമ്പോഴാണല്ലോ ഒരാളുടെ മഹത്വവും അയാളുടെ പ്രാധാന്യവും ഒക്കെ തന്നെ നമ്മൾ മലയാളികൾ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്.